ഇവിടെ അവതരിപ്പിക്കുന്നത് കാറ്റ് പേഴ്സൺ എന്ന ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറിയാണ്. ഇത് 2017 ദി ന്യൂയോർക്കർ എന്ന മാഗസിനിൽ പബ്ലിഷായ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ക്രിസ്റ്റ്യൻ റൊപ്പാനിയൻ എന്ന ഒരു കഥാകൃത്താണ്, ഒരു എഴുത്തുകാരിയാണ്. പുതിയ ജനറേഷന് വേണ്ടിയുള്ള പല മെസ്സേജുകളും ഇതിലുണ്ട്. വെർച്വൽ വേൾഡ്, അതായത് സോഷ്യൽ മീഡിയാസ്, വാട്സപ്പ്, യൂട്യൂബ് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസിൽ കാണുന്ന ആളുകളും റിയൽ ലൈഫിൽ അവരുടെ ശരിക്കുള്ള രൂപവും വളരെയധികം വ്യത്യാസമുണ്ട്. അത് ഒരു സന്ദേശമായിട്ട് പുതിയ ജനറേഷന് കൊടുക്കാൻ ഈ കഥാകൃത്തിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ചതിക്കുഴികളിലും പലരും പെടാതിരിക്കാൻ ഈ കഥയ്ക്ക് ശേഷം വായിച്ചാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പക്ഷേ ഈ കഥയിലേക്ക് നമുക്ക് കടക്കാം. ഈ കഥയെ ചെറിയ കുട്ടികൾക്ക് കേൾക്കാൻ പറ്റാത്ത ചില ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാറ്റ് പേഴ്സൺ. മാർഗോട്ട് എന്ന 20 വയസ്സുള്ള കോളേജ് 2ാം വർഷ വിദ്യാർത്ഥിനി ഒരു തിയേറ്ററിൻ്റെ ഭക്ഷണശാലയിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഒരു ദിവസം 25 വയസ്സോളം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വന്ന് റെഡ് വൈൻ ചോദിക്കുന്നു. മാർഗോട്ട് ശൃംഗാരഭാവത്തിൽ കളിയാക്കിക്കൊണ്ട് അയാളോട് പറയുന്നു, റെഡ് വൈനൊന്നും ഈ കാലത്ത് ആരും വാങ്ങുന്നില്ല എന്നും. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും അയാൾ വരുന്നു. അങ്ങനെ അവരുടെ സൗഹൃദം, അവിടെ അവർ വീണ്ടും പരിചയം പുതുക്കുകയും അയാൾ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങുകയും ചെയ്യുന്നു. അതിനുശേഷം അവർ ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് റിലേഷൻഷിപ്പ് തുടങ്ങുന്നു. റെഡ് വൈൻ എന്ന ആ തമാശയെ അവർ വളരെയധികം രസകരമായ സംഭാഷണമാക്കി മാറ്റിയെടുക്കാൻ അവർക്ക് 2 പേർക്കും സാധിക്കുന്നു. അങ്ങനെ ആ ബന്ധം ഊഷ്മളമായി മാറുന്നു. ഒരു രാത്രി ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണിത്. ഒരു രാത്രി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് വല്ലാതെ വിശക്കുന്നു എന്ന് അവൾ റോബർട്ടിന് ഒരു മെസ്സേജ് അയക്കുന്നു. അപ്പോൾ അയാൾ തിരിച്ചു പറയുന്നു, അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഞാൻ റെഡ് വൈൻ വാങ്ങിത്തരാം എന്ന്. അങ്ങനെ റോബർട്ട് അവൾക്ക് സ്നാക്സ് വാങ്ങിക്കൊടുത്ത് പിന്നെ നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്ത് തിരിച്ച് കോളേജ് ക്യാമ്പസിലേക്ക് തിരിച്ചയക്കുന്നു. അവൾക്ക് ഈ അനുഭവം വളരെയധികം തീവ്രവും മനസ്സിനോട് ചേർത്ത് വയ്ക്കാവുന്നതുമായ ഒന്നായി തോന്നുന്നു. വളരെയധികം അയാളോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയി തോന്നുന്നു. അങ്ങനെ അവധിക്കാലത്ത് അവൾ വീട്ടിലേക്ക് അപ്പോഴും ആ ബന്ധം തുടരുകയാണ് അവർ ചെയ്യുന്നത്. റോബർട്ടിന്റെ പതിവ് സമയത്തുള്ള മെസ്സേജ് എങ്ങാനും കണ്ടില്ലെങ്കിൽ അവൾക്ക് വളരെയധികം വിഷമം തോന്നുന്നു. അതായത് ഇവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ, അവൾ മാനസികമായി അയാളോട് വളരെയധികം അടുത്തു എന്ന ഒരു തോന്നൽ അവൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. മാർഗോട്ട് ക്യാമ്പസിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു ദിവസം റോബർട്ട് അവളെ ഒരു സിനിമ കാണാൻ വേണ്ടി ക്ഷണിക്കുന്നു. അവൻ്റെ ഒരു താറുമാറായ കാറിലാണ് അവൻ അവളെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ വന്നത്. ആ കാറിൻ്റെ അവസ്ഥ കണ്ട് അവൾ ആകെ അമ്പരന്നു. റോബർട്ട് വളരെയധികം ബുദ്ധിമുട്ടോടുകൂടി എളിമ ഭാവിക്കുന്ന തരത്തിലുള്ളതായിട്ടാണ് അവൾക്ക് തോന്നിയത്. ഒരു നിമിഷം അവൾക്ക് ഇങ്ങനെ തോന്നി, ഇയാൾ എന്നെ ഉപദ്രവിക്കുമോ? അവൾ ടെക്സ്റ്റ് മെസ്സേജിൽ കാണുന്ന ആളല്ല അയാളെന്ന് അവൾക്ക് പതുക്കെ തോന്നി തുടങ്ങുന്നു. അയാൾ തന്നെ അതിനെക്കുറിച്ച് ഒരു തമാശ പറഞ്ഞപ്പോൾ, ഞാൻ ഉപദ്രവിക്കാനൊന്നുമില്ല എന്ന പോലെ അയാൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ അവൾക്ക് അങ്ങനെയുള്ള ചിന്തകളും മാറി. അവൾ കംഫർട്ടബിളായി മാറി. സിനിമയ്ക്ക് ശേഷം അയാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ബന്ധം ഇല്ലാതാകുമോ എന്ന പേടി കൊണ്ട് അവൾക്ക് ആവശ്യമില്ലാഞ്ഞിട്ടും അയാൾക്ക് വേണ്ടി അവൾ മദ്യപിക്കുന്നു. പിന്നെ അവർ കാണാൻ പോയ സിനിമയെക്കുറിച്ചും അവൾ ആലോചിക്കുന്നു. ഒരു ഹോളോകോസ്റ്റ് സിനിമ, ഒരു കൂട്ടക്കൊലപാതകം കാണിക്കുന്ന ഒരു സിനിമയ്ക്കാണ് അയാൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവളുടെ അഭിരുചി മനസ്സിലാകാഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും സിനിമ ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ ഒരു ലജ്ജ കൊണ്ടോ അങ്ങനെ എന്തുകൊണ്ടോ ആകാമെന്നാണ് അവൾ കരുതുന്നത്. അപ്പോഴും അവൾ അയാളെ അവിശ്വസിക്കുന്നില്ല. അതിനുശേഷം അവർ ഒരു ബാറിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. ബാറിലെ സെക്യൂരിറ്റി അല്ലെങ്കിൽ ബൗൺസർമാർ മാർഗോട്ടിനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം അവൾ വളരെ ചെറിയ കുട്ടിയായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അപ്പോഴും അവിടെ ഇയാളുടെ പ്രാകൃത രൂപം, അല്ലെങ്കിൽ അയാൾ പറയുകയാണ്, നീ അവരോട് പറഞ്ഞോ നിന്റെ വയസ്സ്, നീ ചെറിയ കുട്ടിയെ 21 വയസ്സേ ഉള്ളൂ. അങ്ങനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ റോബർട്ട് മാർഗോട്ടിനോട് സംസാരിക്കുന്നു. കുടിക്കാനുള്ള അനുവാദം ലഭിക്കാഞ്ഞിട്ടും അവൾ അയാളെ ബാറിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ആദ്യം മൃദു ചുംബനങ്ങൾ നൽകി അവളെ സമാധാനിപ്പിക്കുന്ന തരത്തിലാണ് തുടങ്ങുന്നത്. പക്ഷെ പിന്നെ അയാളുടെ റിയൽ സ്വഭാവം ഒരു മൃഗത്തിനെ പോലെ പെരുമാറാൻ തുടങ്ങുന്നു. അവൾ
അവളെ അയാൾ അക്രമാസക്തമായ രീതിയിലാണ് ചുംബിക്കുന്നത്. പിന്നീട് അപ്പോൾ അവൾക്ക് തോന്നുന്നു, പിന്നീട് എപ്പോഴൊക്കെ അവളും ബിയർ കുടിക്കുമ്പോൾ അവൾക്ക് തോന്നുന്നു ഇത് ആ സെയിം ടെക്സ്റ്റ് ചെയ്യുന്ന ആൾ തന്നെയാണ് എന്ന് അവൾ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷേ പിന്നീട് വീണ്ടും അവൾക്ക് തോന്നുന്നു ഏതോ ഒരു മൃഗത്തിനെ മെരുക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നുന്നത്. മദ്യപാനത്തിന് ശേഷം റോബർട്ടും മാർഗോട്ടും കാറിൽ വെച്ച് ബന്ധപ്പെടുന്നു. അപ്പോൾ രണ്ടുപേരും മദ്യപിച്ച് വീണ്ടും ഒരു കാറിൽ വെച്ച് ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് അയാളുടെ വീട്ടിലേക്ക് അവളെ കൊണ്ടുപോകുന്നു. അവിടെ ചെന്നപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് ആ ടെക്സ്റ്റിൽ പറയുന്ന ഒന്നുമില്ല. ഒരു 2 പൂച്ചകൾ ഉണ്ടായിരുന്നു. ടെക്സ്റ്റിൽ മെസ്സേജിൽ അതൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ഇതൊന്നും കാണാനില്ല. അപ്പോൾ അവൾക്കൊരു പേടിയാണ് തോന്നുന്നത്. ഒരു ഭീകരമായ രൂപമാണ് തോന്നുന്നത്. ഒരു ഭീകരതയാണ് അവൾക്ക് അവിടെ തോന്നുന്നത്. പിന്നെ തറയിലുള്ള ഒരു ബെഡിലേക്ക് തള്ളിയിടുന്നു. അതിനുശേഷം അയാൾ അവളെ ചുംബിക്കുകയും വികൃതമായ രീതിയിൽ പല കാര്യങ്ങളും അയാൾ ചെയ്യാൻ തുടങ്ങി. റോബർട്ട് മദ്യം കുപ്പിയിൽ നിന്ന് നേരിട്ട് കുടിക്കാൻ തുടങ്ങി. അയാൾ ഷൂസ് ഊരാതെ പാൻസ് ഊരിയിട്ട് ഷൂസ് ഊരാൻ വേണ്ടി കുമ്പിടുമ്പോൾ അയാളുടെ കനത്ത വയർ തൂങ്ങിക്കിടക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. അപ്പോൾ അവൾക്ക് വളരെയധികം അറപ്പ് തോന്നുകയും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് പറ്റുന്നുമില്ല. അവൾ പേടിച്ചിട്ട് ആ വിഷമൊക്കെ ഉള്ളിൽ ഒതുക്കി വീണ്ടും കുടിച്ച് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാർഗോട്ടിന് റോബർട്ടുമായി പുലർത്തിയ ശാരീരിക ബന്ധം അറപ്പുളവാക്കുന്ന ഒരു അനുഭവമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഒരു തരത്തിൽ അവൾക്കത് എൻജോയ് ചെയ്യാൻ സാധിച്ചില്ല. വളരെയധികം അറപ്പാണ് തോന്നിയത്. ഏതോ ഒരു അനിമൽ വന്ന് അവളെ കടിച്ചു വലിച്ച ഫീലാണ് അവൾക്ക് അനുഭവപ്പെടുന്നത്. അയാൾ അവളുടെ മേത്ത് അമർന്ന് കിടക്കുകയും അവളെ ശ്വാസം മുട്ടിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുന്നത് പോലെ പെരുമാറുകയുമാണ് ചെയ്യുന്നത്. വീണ്ടും അയാളെ അവളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് എന്നിട്ട് സാധിക്കുന്നില്ല. ഒരു നിമിഷത്തേക്ക് അവൾക്ക് അയാളോട് ചെറുതായി വീണ്ടും സ്നേഹം തോന്നുന്നുണ്ട്. അയാൾ അവളോട് വളരെയധികം ഒരു ഡിസയറോട് കൂടി നോക്കുമ്പോൾ, വളരെയധികം ആഗ്രഹത്തോടു കൂടി ഇടയ്ക്ക് നോക്കിയപ്പോൾ അവൾ വീണ്ടും വിചാരിക്കുകയാണ് ഇയാൾ നല്ല ഒരാളാണെന്ന്. പക്ഷേ അയാളുടെ ഫോർപ്ലേ അതൊക്കെ അവളെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ ചോദിക്കുന്നു, നീ എന്താ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ? നീ ഇങ്ങനെ വേദനിപ്പിക്കുമ്പോൾ നീ കന്യകയാണോ എന്ന് അയാൾ ചോദിക്കുന്നു. അയാളുടെ ആ യുക്തിക്ക് നിരക്കാത്ത ആ ചോദ്യം കേട്ടപ്പോൾ അവൾ അയാളെ കളിയാക്കി ചിരിക്കുന്നു. പക്ഷെ ആ കളിയാക്കൽ കേട്ടപ്പോൾ അയാൾക്ക് വിഷമം തോന്നിയപ്പോൾ അവൾ വീണ്ടും അയാളെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ഈ മാർഗോട്ടിന് അയാളെ വിഷമിപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും അയാൾ ഇങ്ങോട്ട് തിരിച്ച് വേദനിപ്പിക്കുന്ന കാര്യങ്ങളെ അയാൾ ചെയ്യുന്നുള്ളൂ. അയാൾ കുറച്ചുകൂടി ആക്രമണാത്മകമായി പെരുമാറി തുടങ്ങുന്നു. അവളെ പലതരത്തിലുള്ള രീതിയിൽ സെക്സിന് വേണ്ടി അയാൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആകെ പീഡിപ്പിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. അയാളുമായുള്ള ശാരീരിക ബന്ധത്തിന് വന്ന ആ തീരുമാനം എടുത്തു തന്നെ ആലോചിച്ച് അവൾ പശ്ചാത്തപിച്ചു. അയാൾക്ക് മനസ്സിലായി ഇനി മാർഗോട്ട് അയാളുടെ കൂടെ നിൽക്കില്ല എന്ന്. മാർഗോട്ടിന് ഇതൊന്നും ഇഷ്ടമായിട്ടില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ ഇങ്ങനെ അവളോട് ചോദിച്ചു, നമ്മൾ തമ്മിൽ പിരിഞ്ഞാൽ നീ നിന്റെ ഹൈസ്കൂൾ സുഹൃത്തിന്റെ അടുത്തേക്ക് പോകുമായിരിക്കും അല്ലേ? ഭയങ്കരമായ അറപ്പോടുകൂടി ഇരുന്നിരുന്ന മാർഗോട്ട് ഇങ്ങനെ ചിന്തിച്ചു. ഭാവിയിൽ തൻ്റെ ആൺ സുഹൃത്തിൻ്റെ കൂടെ ഇരുന്ന് അവൾ ഇന്നത്തെ ഈ രാത്രിയെ പറ്റി പറഞ്ഞ് ചിരിക്കുമായിരിക്കാം. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ അവൾ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ് ഭാവിയെ. അപ്പോൾ നല്ലൊരു സുഹൃത്തിനെ അവൾക്ക് കിട്ടുമായിരിക്കാം എന്നൊക്കെ അവളെ തന്നെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് അവൾ ചോദിക്കുന്നു, റോബർട്ട് നിന്റെ പ്രായം എത്രയാണ്? അയാൾ മടിച്ച് പറയുന്നു 34 വയസ്സ് എന്ന്. അങ്ങനെ 34 വയസ്സും ഒരു കോളേജ് പെൺകുട്ടിയും തമ്മിലുള്ള പ്രായത്തിൻ്റെ വ്യത്യാസവും അവർ തമ്മിൽ ഇമോഷണലായി കണക്റ്റഡ് ആകുന്നില്ല. അങ്ങനെ അയാളോട് അവൾ പറയുന്നു, എന്നെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് കാറിൽ തന്നെ കൊണ്ടാക്കൂ. അങ്ങനെ അയാൾ തിരിച്ചു കൊണ്ടാക്കുന്നു. പിന്നീട് ഒരു ദിവസം അയാൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ അവൾ റിപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ അയാൾ പറയുകയാണ്, നീ ഒരു വേശ്യയാണ് എന്ന് അയാൾ മറുപടി പറയുന്നു. അയാൾ ഇങ്ങോട്ട് ഉപദ്രവിച്ചിട്ടും കുറ്റം ലാസ്റ്റിൽ ഇയാൾ പറയുന്നത് ഈ പെൺകുട്ടി വേശ്യയാണ് എന്നാണ് പറഞ്ഞത്. അതായത് അയാളുടെ അടുത്തേക്ക് വീണ്ടും ചെല്ലുന്നില്ലല്ലോ.
അപ്പോൾ ഈ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ വലിയൊരു മെസ്സേജാണ് നൽകുന്നത്. ഈ ഇന്നത്തെ യുവതലമുറയ്ക്ക് നേരിടേണ്ടി വന്നേക്കാവുന്ന തരത്തിലുള്ള ഒരു കഥയാണിത്. അധികം പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ അയാളുടെ മെസ്സേജ് അയച്ച പരിചയം മാത്രം കൊണ്ട് അയാളുടെ കൂടെ ധൈര്യത്തിൽ പോയ ഒരു പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകൾ. അതാണ് അയാളുടെ കഥ പോലും, സന്ദേശങ്ങൾ പോലും ഫാബ്രിക്കേറ്റഡ് ആയിരുന്നു. കെട്ടിച്ചമച്ച ടെക്സ്റ്റ് മെസ്സേജുകളായിരുന്നു. മെസ്സേജിൽ ഒരു പൂച്ചകളുണ്ട് അയാളുടെ വീട്ടിൽ, പക്ഷെ റിയൽ ലൈഫിൽ ആ വീട്ടിലേക്ക് ചെന്ന പൂച്ചകളൊന്നുമില്ല. അങ്ങനെ വെർച്വൽ വേൾഡ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം റിയൽ ലൈഫ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെസ്സേജ്.